ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ കൂട്ടുകാരെ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിപ്പോൾ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വയ്യാത്ത കാരണം കൊണ്ട് തന്നെ അധികം വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാതും തട്ടിക്കൂട്ടി ഒരു ഒപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നാളികേര ചട്നി കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഇന്നലെ വൈകിട്ട് ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ വൈകിട്ടൊന്നും പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ വൈകിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴുകി എല്ലാതും വൃത്തിയാക്കി അടിച്ചൊക്കെ വാരിയിട്ടിട്ടാണ് പോയി കിടക്കാറ്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ അധികം പണികളും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ വീട്ടിലെ ഐശ്വര്യം എന്ന് പറയാം. നമ്മളങ്ങനെ ബാക്കിയുള്ള ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ തന്നെ സമാധാനം ഉണ്ടാവില്ല. രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു ഇതുണ്ടാവില്ല, വീടിന് ഐശ്വര്യക്കുറവാന്നൊക്കെ കേട്ടോ പറയാം. അങ്ങനെ സാധാരണ ചെയ്ത് വയ്ക്കാറുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് തീരെ പറ്റാത്ത കാരണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കാരണം രാത്രി എനിക്ക് സുഡാപ്പിനെ പഠിപ്പിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ വയ്യാത്ത കാരണം കൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ രാവിലെ കുറച്ച് നേരം ഞാൻ ദിലുവിനോടൊന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തി. പിന്നെ ഞാനും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു. രാവിലെ നമുക്ക് അധികം ടൈമും കിട്ടില്ല നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ. എന്നാലും ഞാൻ കുറച്ച് സമയമൊക്കെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും വിചാരിക്കും കേട്ടോ വീഡിയോ എടുക്കണമെന്ന്. കിളി കൂട്ടിൽ വന്നിരിക്കുമ്പോൾ, പക്ഷേ ഇന്നാണ് കേട്ടോ ഒന്ന് കിട്ടിയത്. എപ്പോഴും ഞങ്ങൾ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഓടി പോകാറുണ്ട്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കിയാൽ അങ്ങനെ പോകാറില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതായത് ചെറിയൊരു ഭാഗമായിട്ട് കിട്ടിയത്, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഞാനത് ദോശയൊക്കെ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാളികേര ചട്നിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഉണ്ടായിരുന്നില്ല, മുളക് പൊടി കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഒന്ന് ചട്നി ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 3 പേർക്കും കളർഫുള്ളായിട്ടുള്ള 3 പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ അന്ന് ആ പാത്രങ്ങൾ മേടിച്ച കാരണം കൊണ്ട് ഇപ്പോൾ രാവിലെ ഇഡ്ഡലി ആയാലും ദോശയൊക്കെ ആയാലും ഇതിലാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 3 പേർക്കും ദോശയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിന്ന് എന്താണെന്നറിയില്ല 3 ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ 2 ദോശയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ വലിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. കണ്ടോ ഗേസ്, എന്തോരം പാത്രങ്ങളാണ് കഴുകാനുള്ളതെന്ന്. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അതൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒതുക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കിടക്ക വിരിക്കാമെന്ന് വെച്ച് വന്നപ്പോൾ പാത്തൂസ് ഇവിടെ ഇരുന്നിട്ട് നല്ല എഴുത്തിലാണ് കേട്ടോ. ഒരു പേനും ബുക്കും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, വേറെ അങ്ങനെ ഇടങ്ങാറാക്കാനൊന്നും വരുമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് വയ്യാന്ന് പറഞ്ഞാൽ ആളും കൊണ്ട് അങ്ങനെ വലിയ ശല്യമൊന്നുമില്ലല്ലോ. ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. പക്ഷെ എനിക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു കേട്ടോ. ഇന്നലത്തെ ഒരു ബാക്കി ഇന്നും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നെഞ്ചൊക്കെ ഭയങ്കര വേദന, ഗ്യാസിൻ്റെ ആണോ എന്താണെന്നറിയില്ല. അപ്പോൾ എണീക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് നോക്കി നിന്നില്ല. എന്താ വെച്ചാൽ മക്കൾക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. ഇന്നലെ തന്നെ പട്ടിണിയായിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ ആകെ വിഷമമായി. ഞാൻ നേരത്തെ എണീറ്റിട്ടില്ല, ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്ന് ഇത് കണ്ടപ്പോൾ ഒന്നും പോണില്ല എന്ന് പറഞ്ഞു കേട്ടോ. ബാത്തൂസിനെ നോക്കാൻ ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ന് പോയില്ല കേട്ടോ. ഇനി പെട്ടെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അവൻ കുറച്ച് സോഡയൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ സോഡയൊക്കെ കുടിച്ചു. പിന്നെ അതുപോലെ കുറച്ച് ചെറുനാരങ്ങ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പിട്ടിട്ട് കുടിക്കാനെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ടെസ്റ്റ് ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വേഗം അങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒതുക്കി അങ്ങനെ വെക്കണം. പിന്നെ ചോറിനുള്ള വെള്ളം അവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് വേഗം അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. മീനൊക്കെ കിട്ടിയിട്ട് കുറേ നാളായി. അവിടെ ഉമ്മയുടെ അവിടെ പോയപ്പോൾ കഴിച്ചത്. ഇവിടെ അങ്ങനെ മീൻ കിട്ടും, വരികയാണെന്നുണ്ടെങ്കിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു ഇതുപോലെ കേട്ടോ, പിന്നെ കിട്ടാനും കുറച്ച് പാടാട്ടോ. അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ ഞാൻ കുറച്ചധികം മേടിച്ചുകൊണ്ട് വിൽക്കാറാട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇടങ്ങേറാവും. മക്കൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മീൻ വറുത്ത് കൊടുത്താൽ അത് കൂട്ടി കഴിക്കൂട്ടോ. നമുക്ക് അങ്ങനെ വയ്യായ ഉണ്ടെങ്കിലും ഇന്നത് വേണമെന്നൊന്നും അങ്ങനെ നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഒരു മീൻ കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ഒരു പപ്പടായാലും മതി കേട്ടോ അവർക്ക്, ഇല്ലെങ്കിൽ മുട്ട അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. അങ്ങനെ നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ചപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ കഴുകിയിടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. കറിയും ചൂടാക്കാൻ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് ഉമ്മ കയറി വന്നത്. അപ്പോൾ ദിലു ഉണ്ടായിരുന്നു, പാത്തൂസ് അവിടെ പുറത്ത് 2 പേരും അങ്ങനെ കളിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഉമ്മ അവിടെ കിടന്നോ, ഞാൻ പാത്തൂസിനെ നോക്കിക്കോളാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ കിടക്കായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് വന്നിട്ട് വാതിൽ തുറക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഉമ്മ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞൊന്നുമില്ല കേട്ടോ വരുന്ന കാര്യം. അപ്പോൾ ദിലു ചോദിക്കുന്നുണ്ട് വലിയമ്മ എവിടെയാണ്,
പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് അപ്പോൾ അവൻ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു വലിയമ്മ ഇപ്പോൾ എവിടെയാണ്, വണ്ടിയിലാണോ എന്ന് ചോദിച്ചു. അല്ല ഞാൻ വീട്ടിൽ. അപ്പോൾ പറഞ്ഞു ടി വിയിൽ പാട്ട് വെച്ചാവൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ആളെ അറിയുന്നത്. നമ്മളോട് പറയാണ്ട് വന്നതായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് ഇനിയിപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നേനും. പക്ഷെ ഉമ്മ വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊറോട്ടയൊക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ചിക്കൻ മേടിച്ച് കറി വെക്കാമെന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഉമ്മ എനിക്ക് വയ്യാതായപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ട, ഉള്ളത് കൊണ്ട് അമ്മക്ക് ഇതാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറൊക്കെ ഇപ്പോൾ തിളച്ചതിന് ശേഷം ഞാൻ അതൊക്കെ ഇറക്കി വെച്ച് കറിയൊക്കെ ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ പോയി കിടന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കുരുമുളക് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഡെയിലി ഇപ്പോൾ ഞാൻ വെയിലത്ത് വെക്കുന്നുണ്ട് കേട്ടോ. മൂത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുരുമുളക് കാണുമ്പോൾ. പിന്നെ എൻ്റെ കാലും എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൂര്യപ്രകാശം കൊണ്ടിട്ട് തോന്നുന്നുണ്ട് കാലിൻ്റെ അവിടെ ഇങ്ങനെ ചെരുപ്പിടുന്ന ആ ഭാഗത്തായിട്ട് ഇങ്ങനെ തരിതരിയേനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യാഘാതം ഏൽക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് വെയിലൊക്കെ കൊള്ളുമ്പോൾ കണ്ടിട്ട് അങ്ങനെ വരിക. അതാണെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലായിരിക്കും. ആ ചൊറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു പാടും ആവും കേട്ടോ. പിന്നെ അത് കുറേ കഴിയുമ്പോൾ മാറും. വീണ്ടും ഇതേപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വെയിൽ കൊള്ളുമ്പോൾ ഇതേപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്തെങ്കിലും മരുന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. പിന്നെ ഇതേ ഉമ്മ വന്നപ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മീൻ കറിയും ഇതൊക്കെ കൂട്ടി ഞാൻ സുഡാപ്പി വന്നു കേട്ടോ. വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴേക്ക് സുഡാപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇക്കാക്ക ഇന്ന് സ്കൂളിൽ പോകണമെന്നില്ല എന്ന്. കുറച്ച് ലൈറ്റായിട്ട് പോവുള്ളൂ, അതിന് ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തിയത് കേട്ടോ. പിന്നെ ഇതേ കുറച്ച് പേരയ്ക്ക, ആപ്പിളൊക്കെ അവർ 2-3 കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതേ സമൂസ, അതുപോലെ തന്നെ കിണ്ണത്തപ്പം. അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊക്കെ കഴിച്ച് ബാക്കി സുഡാപ്പിക്കുള്ളത് അവിടെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു കഷ്ണം ആപ്പിൾ എടുത്ത് കഴിച്ചു. അതിൻ്റെ ശേഷം ഞങ്ങൾ പ്രഷർ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രഷർ കുറവാന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ORS കലക്കി കുടിക്കാൻ, ഉപ്പിട്ട വെള്ളം, കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.